An aqueous solution of an aqueous solution of an aqueous solution of nickel 2 sulfate was electrolyzed using nickel electrolyte nickel electrolyte. Observe observe the diagram observe the diagram and answer the questions that follow. Questions that follows. Next thing, next thing, okay. Question എഴുതണം. What do you observe? What do you observe? What do you observe at the cathode and anode respectively and anode respectively? അടുത്ത question. Name name the cation that remains as spectator as a spectator ion in the solution. Write the reaction at anode.
ഓക്കെ, അപ്പം ഇതാണ് ചോദ്യം. വാട്ട് യു ഒബ്സർവ് അറ്റ് കാഥോഡ് ആൻഡ് ആനോഡ് റെസ്പെക്റ്റീവ്ലി? എന്താ എപ്പോഴായിരിക്കും ആനോഡ്? അത് പോസിറ്റീവ് ആയിട്ടുള്ള ഏതാണോ അതായിരിക്കും ആനോഡ്, ശരിയല്ലേ? നെഗറ്റീവ് ആയിട്ടുള്ള ഏതാണോ അതായിരിക്കും കാഥോഡ്, ശരിയല്ലേ? ആ, അപ്പൊ വാട്ട് ഡു യു ഒബ്സർവ് അറ്റ് കാഥോഡ് ആൻഡ് ആനോഡ്? പറഞ്ഞേ മിഷേല്, പറഞ്ഞേ മിഷേല്. വാട്ട് ഡു യു ഒബ്സർവ് അറ്റ് കാഥോഡ് ആൻഡ് ആനോഡ് എന്തായിരിക്കും? എന്തായിരിക്കും സംഭവിക്കുന്നത്? മിഷേല് പറയാമോ? കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്തെന്നാണ്. അല്ല, എന്താണ് ഒബ്സർവ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലായി. ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുമോ? ആ കാണുമ്പോൾ എന്ത് 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 അവിടെ ഉണ്ടാകുമ്പോഴാണ് ഡെപ്പോസിറ്റ് ചെയ്തത് നമുക്ക് മനസ്സിലാകുന്നത്? അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയോ? ആനോഡിലുള്ള നിക്കൽ അല്ല ഇതിനകത്തോട്ട് അലിയും. ഓക്കെ, എന്നിട്ട് ഈ അക്വസ് അയോൺസിനകത്തുള്ള നിക്കൽ എല്ലാം എന്ത് ചെയ്യും? ഇതേ പോയിട്ട് പറ്റി പിടിക്കും. അപ്പൊ ഈ അയോൺ, ഈ അക്വസ് ആയിട്ടുള്ള, അതായത് ഈ ഇലക്ട്രോലൈറ്റിനകത്തുള്ള നിക്കൽ തീരുന്നതിനനുസരിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ലയിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്? കാഥോഡില് എന്താ നിക്കലിന്റെ ഡെപ്പോസിറ്റ്സ് കൂടും, ആനോഡ് അങ്ങ് ചെറുതായി വരും. അതല്ലേ നമുക്ക് കാണാൻ പറ്റുന്നേ, ആണോ? ആ, അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, അറ്റ് കാഥോഡ്, അതായത് അറ്റ് കാഥോഡ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. കാഥോഡിൽ എന്താ സംഭവിക്കുന്നത്? അറ്റ് കാഥോഡ് ഇൻക്രീസ് ഇൻ മാസ്, ഇൻക്രീസ് ഇൻ മാസ്. അറ്റ് ആനോഡോ? അറ്റ് ആനോഡ് എന്താ? ആനോഡിൽ എന്താ സംഭവിക്കുന്നത്? ഡിക്രീസ് ഇൻ മാസ്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് ബിഡവേ? കിട്ടില്ല. ആ, അതായത് ഈ സൊല്യൂഷനകത്തുള്ള Ni2+ എന്ത് ചെയ്യും? Ni2+ ഇങ്ങോട്ടേക്ക് പോയിട്ട് എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യും. ഇലക്ട്രോണെ മേടിച്ചിട്ട് അവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ ഈ സൊല്യൂഷനകത്ത് നിക്കൽ തീരുന്നതിനനുസരിച്ച് ഈ ആനോഡിനകത്തുള്ള നിക്കല് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്തിട്ട് ഈ സൊല്യൂഷനകത്ത് അലിഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, രണ്ടാമത്തെ ഒരു ചോദിക്കുന്നത്, നെയിം ദ കാറ്റയോൺ ദാറ്റ് റിമൈൻ. നെയിം ദ കാറ്റയോൺ, രണ്ടാമത്തെ എന്താ ചോദിച്ചിരിക്കുന്നത്? നെയിം ദ കാറ്റയോൺ ദാറ്റ് റിമൈൻ. ഇത് ഇങ്ങനെ കൂടെ എഴുതിക്കും, അറ്റ് കാഥോഡ് ഇൻക്രീസ് ഇൻ മാസ് ഡ്യൂ ടു ഡെപ്പോസിഷൻ ഓഫ് നിക്കൽ. ഡ്യൂ ടു ഡെപ്പോസിഷൻ ഓഫ് നിക്കൽ എന്നങ്ങ് എഴുതിയാൽ, ഡ്യൂ ടു ഡെപ്പോസിഷൻ ഓഫ് നിക്കൽ. ഇനിയും ഇതായിട്ട് എന്താ ഉള്ളത്? നെയിം ദ കാറ്റയോൺ ദാറ്റ് റിമെയിൻസ് ആസ് എ സ്പെക്ടേറ്റർ അയോൺ ഇൻ സൊല്യൂഷൻ. എന്താ എന്തില്ലേ? ആ, സ്പെക്ടേറ്റർ അയോൺ എന്താ? കാറ്റയോൺ ആണ് ചോദിച്ചിരിക്കുന്നത്. നെയിം ദ കാറ്റയോൺ ദാറ്റ് റിമെയിൻസ് ആസ് എ സ്പെക്ടേറ്റർ അയോൺ എന്താ ചോദിച്ചിരിക്കുന്നത്? അക്വസ് നിക്കൽ സൾഫേറ്റ് അല്ലേ? അല്ലേ? അക്വസ് നിക്കൽ സൾഫേറ്റ് എന്ന് പറയുമ്പോൾ എന്താ? NiSO4 പ്ലസ് H2O. അപ്പൊ ഇവിടെ ഏതൊക്കെ അയോൺ ഉണ്ട്? Ni പ്ലസും SO4 2 മൈനസും, ഇവിടെ H പ്ലസും OH മൈനസും ആണോ? അതിൽ പോസിറ്റീവ് ആയിട്ടുള്ളത് Ni പ്ലസും H പ്ലസും ആണ്. അപ്പം മറ്റേ അയോൺ ഏതായിരിക്കും? സ്പെക്ടേറ്റർ അയോൺ ഏതായിരിക്കും പിന്നെ ഉള്ളത്? H പ്ലസ് അയോൺസ്. അപ്പൊ H പ്ലസ് അയോൺസ് ആണ് അതിന്റെ ആൻസർ. H പ്ലസ് അയോൺ അതിനകത്ത് തന്നെയാണ്, അതിനകത്ത് തന്നെ നടക്കും. ഡിസോസിയേറ്റ് ചെയ്തതിനകത്ത് തന്നെ നടക്കും. എല്ലാ വാട്ടർ മോളിക്കൂളും ഡിസോസിയേറ്റ് ചെയ്യത്തുമില്ല. ചിലത് H2 ആയിട്ട് തന്നെ അതിനകത്ത് കിടക്കും. ചില വാട്ടർ മോളിക്കൂൾ H പ്ലസ് ആയിട്ട് OH മൈനസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ചിലത് H2 ആയിട്ട് തന്നെ അതിനകത്ത് കിടക്കും. മനസ്സിലായോ? ഓക്കെ, ഇനി മൂന്നാമത്തെ എന്താ? റൈറ്റ് ദ റിയാക്ഷൻ അറ്റ് ആനോഡ്. ആനോഡിൽ എന്താ സംഭവിക്കുന്നത്? ആനോഡിൽ എന്താ സംഭവിക്കുന്നത്?
ആനോഡായിട്ടുള്ളത് ആനോഡിൽ നിക്കല. ഇവിടെ ശ്രദ്ധിക്കണം, ആനോഡിൽ നിക്കല. നിക്കൽ എന്ത് ചെയ്യും? 2 ഇലക്ട്രോണെ ലൂസ് ചെയ്തിട്ട് Ni2+ ആയിട്ട് ആ ഇലക്ട്രോലൈറ്റിനകത്തോട്ട് എന്ത് ചെയ്യും? ഉരുവിടാം, അലിയും. അപ്പൊ ആ ഇലക്ട്രോലൈറ്റിനകത്ത് Ni2+ എന്ത് ചെയ്യും? അവിടെ പോയി കാഥോഡിൽ പോയിട്ട് എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പം അത് ആ ഇലക്ട്രോലൈറ്റിനകത്ത് Ni2+ തീരുന്നതിനനുസരിച്ച് ഈ ആനോഡ് അങ്ങോട്ട് സപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ആനോഡിൽ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് നടക്കുന്നത്. ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് നടക്കുന്നത്. ലോസ് ഓഫ് ഇലക്ട്രോണിനെ നമ്മൾ ഓക്സിഡേഷൻ എന്നാണ് പറയുന്നത്. ഓക്സിഡേഷൻ. ഇതാണ് തന്നെ. മനസ്സിലായോ? ഐഡിയ കിട്ടിയോ? വിഷ്വൽ ഓക്കെ ആണോ? സന ഓക്കെ ആണോ? സന? പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. നമ്മൾ Ni-2 ഇലക്ട്രോൺ ഗീവ്സ് Na2+ എഴുതുന്നെങ്കിലും ഈ -2നെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ എഴുതുമ്പോൾ കുറച്ചുകൂടെ കറക്റ്റ് ആവും. Ni gives Ni2+ + 2 ഇലക്ട്രോൺ. മൈനസ് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആവുന്നത് മാത്രം ഓർത്താൽ മതി. പക്ഷെ ലോസ് ആണോ ഗെയിൻ ആണോ എന്ന് അറിയണമെങ്കിൽ ഇങ്ങനെ എഴുതിയാലേ പറ്റുള്ളൂ. Give balanced chemical equation of the following reaction. Give balanced chemical equation. Chemical equation. Give balanced chemical equation for the following reaction. For the following reaction. Ethene from bromo ethane. നമുക്ക് ബ്രോമോ ഈഥേനിന്ന് ഈഥീൻ ഉണ്ടാക്കണം. എങ്ങനെ ബ്രോമോ ഈഥേൻ എങ്ങനെ? ഈതെന്ന് പറയുമ്പോൾ എന്താ? 2 കാർബൺ 1 2. ഈഥെയ്ന സിംഗിൾ ബോണ്ട്. ബ്രോമോ ഈഥേൻ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള എല്ലാം എന്താ? ബാക്കിയുള്ള എല്ലാം ബോണ്ട് ഇങ്ങനെ ഇടണം. അതിൽ ബ്രോമോ ഈഥേൻ വരുമ്പോൾ ഒരെണ്ണം എന്താ? ഒരെണ്ണം ബ്രോമിൻ. ബാക്കിയുള്ള എല്ലാം എന്താ? ഹൈഡ്രജൻ. ഓക്കെ. ഈ ബ്രോമോ ഈഥേനെ എന്താക്കി മാറ്റണം എന്നാ പറയുന്നത്? ഈഥേൻ ആക്കണമെങ്കിൽ എങ്ങനെയാണ്? ബ്രോമിൻ മാറ്റണം, ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ മാറ്റണം, നടുക്ക് ഒരു ഡബിൾ ബോണ്ട് കൊണ്ടുവരണം, അല്ലേ? ശരിയല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ഡീഹൈഡ്രോ ഹാലജനേഷൻ ചെയ്താൽ, ഡീഹൈഡ്രജൻ ഹാലജനേഷൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ഹാലജനെ റിമൂവ് ചെയ്താണ്, അല്ലേ? ശരിയല്ലേ? ഓക്കെ. അപ്പൊ ബ്രോമോയിഡിനെ ഇതേനാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ അറിയോ? KOH മായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. ആൽക്കഹോളിക് KOH മായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയോളൂ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? നോക്കിയേ, എന്താ സംഭവിക്കുന്നത്? ഇത് അങ്ങോട്ട് പൊട്ടും, ഇതും അങ്ങോട്ട് പൊട്ടും. ഇതും അങ്ങോട്ട് പോകുമ്പോൾ എന്താ റിമൂവ് ആവുന്നത്? ഹൈഡ്രജൻ ഹാലൈഡ് ആ റിമൂവ് ആവുന്നത്. ഒരു ഹൈഡ്രജനും ഒരു ഹാലൈഡും, അപ്പൊ ഹൈഡ്രജൻ ഹാലൈഡ് എന്ന് പറയും. അത് റിമൂവ് ആയി കഴിഞ്ഞാൽ ബാക്കി ഇനി എന്തേ ഉള്ളൂ? സി, ഇവിടെ ഒരു എച്ച്, ഇവിടെ ഒരു എച്ച്, ഇവിടെ എന്താ? ഇവിടെ സി, ഇവിടെ ഒരു എച്ച്, ഇവിടെ ഒരു എച്ച്. അപ്പൊ ഇതിനിടയിൽ എന്ത് വന്നാലേ പറ്റത്തുള്ളൂ? ഡബിൾ ബോണ്ട്, അല്ലേ? പ്ലസ് ഇവിടുന്ന് പോയ ഈ ബി ആർ ഈ കെയുമായിട്ട് ചേർന്നിട്ട് KBr ഉണ്ടാകുന്നു. ഇവിടുന്ന് OH ഈ പോയ എച്ചുമായിട്ട് ചേർന്നിട്ട് H2O ഉണ്ട്. ബാലൻസ്ഡ് ഓൾറെഡി, ബാലൻസ്. ഓക്കെ. ഇത് ബ്രോമോ ഈഥേൻ ആയിരുന്നു. ബ്രോമോ ഈഥെയ്ൻ ആയിരുന്നു. ഇത് എന്തായിട്ട് മാറി? ഇത് ഈഥീൻ ആയിട്ട് മാറി. ഓക്കെ.
അടുത്തത് മനസ്സിലാകാത്തവരുണ്ട് ചോദിക്കണേ. അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് ഈതൈൻ. പ്രിപ്പറേഷൻ ഓഫ് ഈതൈൻ ഫ്രം കാൽസ്യം കാർബൈഡ്. കാൽസ്യം കാർബൈഡ്. കാൽസ്യം കാർബൈഡ് എന്ന് പറയുമ്പോൾ CaC2 കാണാതെ പഠിച്ചു വെച്ചോണം. CaC2 അതാണ് കാൽസ്യം കാർബൈഡ്. കാൽസ്യം കാർബൈഡിനെ നമുക്ക് എന്താക്കണം? ഈ തൈൻ ആക്കണം. അത് ഓക്കെ. ഓക്കെ, ഇതെന്ത് ചെയ്യാന്നറിയോ? 2 വാട്ടർ മോളിക്യൂളായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. 2 വാട്ടർ മോളിക്യൂളായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? CH ട്രിപ്പിൾ ബോണ്ട് CH എന്ന് വരും. അല്ലെങ്കിൽ C2H2 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാം. C2H2 എന്ന് വേണം എഴുതാം. അതെന്തുകൊണ്ടാ? ഇത് അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല. മനസ്സിലായോ? മറ്റേ അതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല, മറ്റേ മോളിക്കുലാർ ഫോർമുല. ഇത് കണ്ടൻസ്ഡ് ഫോർമുല. ഇനി സ്ട്രക്ചറൽ ഫോർമുല വേണം നമുക്ക് ഇങ്ങനെ എഴുതാം. ഇവിടെ H സ്ട്രക്ചറൽ ഫോർമുല. കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയുമ്പോൾ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുമ്പോൾ C2H2. ഇത് മോളിക്കുലാർ ഫോർമുല, സ്ട്രക്ചറൽ ഫോർമുല, കണ്ടൻസ്ഡ് ഫോർമുല. ഏത് രീതി വേണേ? CnH2n അതിന്റെ ജനറൽ ഫോർമുല. ആണോ? ജനറൽ ഫോർമുല. ജനറൽ ഫോർമുല ഒക്കെ ഇവിടെ ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുഴപ്പമില്ല. ഓക്കെ, പ്ലസ് എന്ത് വരും? CaOH ട്വൈസ് വരും. ഇത് ഓർത്തൊക്കെ ട്രിക്ക് പറയട്ടെ. ഇത് കാൽസ്യം കാർബൈഡാണ്. നോക്കിയേ, CaC2 എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതാം. 2 H2O എന്ന് പറയുമ്പോൾ ഒരു H2O HOH എന്ന് എഴുതാമല്ലോ. അടുത്ത H2നെ HOH എന്ന് എഴുതാം. HOH കൂടെ ചെയ്യുമ്പോഴല്ലേ H2 ഉണ്ടാകുന്നത്. ഓക്കെ, ഈ കാൽസ്യം തന്നെ ഈ OH ആയിട്ട് അങ്ങോട്ട് ചേരുന്നു. ഈ കാൽസ്യം ഈ OH ആയിട്ട് അങ്ങോട്ട് ചേരുന്നു. അപ്പൊ എന്തായി? CaOH 2 പ്രാവശ്യം. CaOH ട്വൈസ്. പിന്നെ ഇവിടെ ഒരു CH ഉണ്ട്, ഒരു CH ഉണ്ട്. ഇവരുടെ ഇടയിൽ ഡബിൾ ട്രിപ്പിൾ ബോണ്ട് അങ്ങ് കൂട്ടി കഴിഞ്ഞാൽ ഇവരുടെ ഇടയിൽ ട്രിപ്പിൾ ബോണ്ട് കണ്ടോ? CH, ഇത് CH ട്രിപ്പിൾ ബോണ്ട് CH ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. മനസ്സിലായോ? ഇതും ബാലൻസ്ഡ്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് മീഥൈൻ ഫ്രം സോഡിയം അസറ്റേറ്റ്. സോഡിയം അസറ്റേറ്റ്. സോഡിയം അസറ്റേറ്റ് എന്ന് പറയുമ്പോൾ CH3COONA ആണ്. CH3COONA. ഇതിനകത്തുനിന്ന് മീഥേനെ ഉണ്ടാക്കണം. ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് COONA റിമൂവ് ചെയ്തിട്ട് അവിടെ H വന്നതാണ്. ഇത് CH3COONA ആണ് സോഡിയം അസറ്റേറ്റ്. സോഡിയം അസറ്റേറ്റ്. ഇതിനെ മീഥേൻ ആക്കണ എന്ത് ചെയ്യണം? ഈ CH3യുടെ കൂടെയുള്ള COONA അവിടുന്ന് പോയിട്ട് പകരം എന്ത് പറയണം? അവിടെ H വന്നു കഴിഞ്ഞാൽ CH4 ആയില്ലേ? അല്ലേ? അപ്പൊ ഇതിനെ കളയുന്നതിന് കാർബൺ ഡൈ ഓക്സൈഡിനെ കളയുന്നു എന്നാ പറയുന്നത്. CO2. അതിനെ ഡീകാർബോക്സിലേഷൻ എന്നാ പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങളെ പഠിപ്പിച്ച ഒരു ടെക്സ്റ്റ് ഇതിനുണ്ട്. ഇത് സോഡാ ലൈം എന്ന് പറയും. അതായത് CaO പ്ലസ് NaOH. 8 ലാസ്റ്റ് ഹൈഡ്രോകാർബൺ അല്ല, ഓർഗാനിക് അതിനകത്ത് ലാസ്റ്റ് ഭാഗം. അത് വേണ്ട, കുഴപ്പമില്ല. ഇത് നോക്കിയോ, ഇവിടെ നോക്കി, എല്ലാവരും നോക്കി. അതായത് CH3COONA നമുക്ക് എന്താക്കി മാറ്റണം? CH4 ആക്കി മാറ്റണമെങ്കിൽ ഈ COONA കളയണം, എന്നിട്ട് H കൊണ്ടുവരണം. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ സോഡാ ലൈം ആഡ് ചെയ്യണം. അതായത് സോഡാ ലൈം എന്ന് പറയുമ്പോഴത്തേക്കും NaOH പ്ലസ്
CaO-നെയാണ് നമ്മൾ എന്ന് പറയുന്നത് സോഡ ലൈം. ഓക്കെ, അപ്പം നമ്മൾ NaOH ആഡ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് എന്താ CaO, എന്നിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അറിയാമോ? CH3CO നമ്മുടെ ഇതിനകത്തുനിന്ന് COONA അങ്ങോട്ട് മാറും. CONA മാറിയിട്ട് ഇവിടെ CH4 വരുന്നു, ഒരു H വരുന്നു, CH4 പ്ലസ് ഒന്നെങ്കിൽ Na2CO3 എന്ന് എഴുതാം, Na2CO3 എന്ന് എഴുതാം, സോഡിയം കാർബണേറ്റ്. അങ്ങനെയായിരിക്കും ആൻസർ. അതെങ്ങനെയാ സംഭവിക്കുന്നത് നോക്കിയേ, അതെങ്ങനെ സംഭവിക്കുന്നത് നോക്ക്. Na2 എന്ന് പറയുമ്പോൾ ഈ എണ്ണയും ഈ എണ്ണയും കൂടെ ചേർന്ന് Na2. CO3 എന്ന് പറയുമ്പോൾ ഇവിടെ C ഉണ്ട്, 2 O ഉണ്ട്. ഈ കാൽസ്യം ഓക്സൈഡിനകത്ത് ഒരു O ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഇതിനകത്ത് ഒരു O ഉണ്ടല്ലോ, അത് അങ്ങോട്ട് എടുത്തിട്ട് എന്താ Na2CO3 ആയിട്ട് മാറും. പിന്നെ ഇവിടെ ഒരു H ഉണ്ടല്ലോ, ആ H വന്നിട്ട് ഈ CH3യുടെ ആ കാർബണുമായിട്ട് ചേർന്ന് CH4. അങ്ങനെയാണ് ശരിക്കും ലോജിക്കലി നോക്കേണ്ടത്. ഐഡിയ കിട്ടിയോ? അപ്പൊ ഈ NaOH പ്ലസ് CaO-നെ നമ്മള് അതിന്റെ മിക്സ്ചറിനെ നമ്മള് സോഡ ലൈം എന്നാ പറയുന്നത് കേട്ടോ. അതായത് NaOH പ്ലസ് CaO-നെ നമ്മള് സോഡ ലൈം എന്നാണ് പറയുന്നത്, സോഡ ലൈം. അപ്പോൾ ഇവിടെ നടക്കുന്ന റിയാക്ഷന്റെ പേര് എന്താ പറയുക? എന്തിനാണ് നമ്മൾ റിമൂവ് ചെയ്തത് ഇതിനകത്ത്? CO2-നെയാണ് റിമൂവ് ചെയ്തത്. അതിനെ ഡീകാർബോക്സിലേഷൻ, ഈ റിയാക്ഷൻ ഡീകാർബോക്സിലേഷൻ എന്ന് പറയും. കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ കാർബണേറ്റ് ആയിട്ടാണ് റിമൂവ് ചെയ്തത്. ഡീകാർബോക്സിലേഷൻ യൂസിങ് സോഡ ലൈം അങ്ങനെയും പറയും. ഓർക്കാൻ അങ്ങനെ ഇതാക്കണ്ട, എന്നാലും ഡീകാർബോക്സിലേഷൻ ഒന്ന് ഓർത്ത് വെച്ചേ. ഡീകാർബോക്സിലേഷൻ. ഇതുവരെ എഴുതിയ റിയാക്ഷനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓൺലൈൻ ഇരിക്കുന്നവരെ മിണ്ടാതിരിക്കല്, ചോദിക്കണം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം ചെയ്യുന്നത്. റിമൂവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്ത റിയാക്ഷൻ ഹീറ്റിംഗ് എഥനോൾ. എഥനോൾ at 170 degrees Celsius in presence of concentrated sulfuric acid. എന്താ ഉണ്ടാവുന്നത് നോക്കി. എഥനോൾ എന്ന് പറയുമ്പോൾ എന്താ? CH3 CH2OH. സ്ട്രക്ചർ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ. എല്ലാം നിങ്ങൾക്ക് എങ്ങനെ വരയ്ക്കാം? കണ്ടൻസ്ഡ് ആക്കണമെങ്കിൽ CH3 CH2OH ആക്കാം. മോളിക്കുലാർ ആക്കണമെങ്കിലോ C2H5OH. ഇങ്ങനെയും എഴുതാം, 3 രീതിയിലും എഴുതാം. ഓക്കെ, എല്ലാ കോമ്പൗണ്ടുകളെയും 3 രീതിയിൽ എഴുതാം. ഓക്കെ, ഞാൻ തന്നെ ഇങ്ങനെ എഴുതുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. അപ്പൊ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുന്നത്, അതായത് H2SO4 ഒഴിക്കുന്നത്. സാധാരണ കോൺസെൻട്രേറ്റഡ് H2SO4 ഒഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? വാട്ടറിനെ അബ്സോർബ് ചെയ്യും. വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്ന അറിയോ? ഇവിടെ വാട്ടറിനകത്ത് എന്തൊക്കെയുണ്ട്? ഒരു എച്ചും ഒരു OH ഉണ്ട്. അപ്പം ഈ കാർബണിൽ നിന്ന് ഒരു OH-നെ കളയും, ഈ കാർബണിൽ നിന്ന് ഒരു H-നെ കളയും. അപ്പൊ പിന്നെ ബാക്കി ഇവിടെ 2 ഹൈഡ്രജനും അതേപോലെ തന്നെ ഈ കാർബണിലും 2 ഹൈഡ്രജനും അല്ലേ ഉള്ളൂ. അപ്പൊ ഇതിനിടയിൽ എന്ത് വരണം? കണ്ടോ? അപ്പം എഥനോളിൽ നിന്ന് ഹീറ്റിംഗ് എഥനോൾ ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈഥീൻ കിട്ടും. പ്ലസ് ഇവിടുന്ന് പോയ വാട്ടറിനെ അവിടെ കാണിക്കാം. പരീക്ഷയ്ക്ക് ഇങ്ങനെ സ്ട്രക്ചേർഡ് ഫോമിൽ എല്ലായിരിക്കും തരുന്നത്. പരീക്ഷയ്ക്ക് ഇങ്ങനെ ആയിരിക്കും തരുന്നത്. C2H5OH ഇങ്ങനെ ഒരു ആരോ വരും. ആരോ വന്നിട്ട് അതിന്റെ മണ്ടയ്ക്ക് H+ എന്ന് വരും. H+ എന്ന് വന്നാൽ അതിനർത്ഥം എന്തുവാ? H+ എന്ന് പറയുമ്പോൾ ആസിഡിനകത്താണ് H+ അയൺസ് ഉള്ളത്. അപ്പൊ അവിടെ ആസിഡിനകത്ത് അത് ചെയ്യുമെന്നർത്ഥം. മനസ്സിലായോ? അപ്പൊ എന്ത് വരും? ഇവിടെ C2H2 അല്ലെ? C2H2 ഇങ്ങനെയായിരിക്കും. സോറി, C2H4 ഇങ്ങനെയായിരിക്കും തരുന്നത്. പ്ലസ് H2 കണ്ടൻസ്ഡ് ഫോമിലായിരിക്കും തരുന്നത്, അല്ലെ മോളിക്കുലാർ ഫോമിലായിരിക്കും.
ഈ റിയാക്ഷൻ എക്സ്പാൻഡ് ഒന്നും ചെയ്യാനല്ല ചോദിക്കുന്നത്. എടാ ഇങ്ങനെ പല രീതിയിൽ തരും. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെ സ്ട്രക്ചേർഡ് ഫോമിൽ തരണമെന്നൊന്നുമില്ല ക്വസ്റ്റ്യൻ. ഇതിപ്പോ ഞാൻ ആൻസർ എഴുതിയത് ആൻസർ എഴുതിയിരിക്കുന്നത്. ഇത് നേരെ തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എങ്ങനെ വേണം നിങ്ങൾക്ക് എഴുതാന്നുള്ളത് അവർ ചോദിക്കുമ്പോഴേ എങ്ങനെ വേണം ചോദിക്കാം. മോളിക്കുലാർ ഫോമിൽ ചോദിക്കാം, കണ്ടൻസ്ഡ് ഫോമിൽ ചോദിക്കാം, സ്ട്രക്ചേർഡ് ഫോമിൽ ചോദിക്കാം. മനസ്സിലായോ? നമ്മൾ ഏത് രീതി ചോദിച്ചാലും എഴുതാൻ സജ്ജരായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ethene undergoes hydrogenation reaction. Ethene undergo hydrogenation reaction. Hydrogenation എന്ന് പറയുമ്പോൾ എന്താ? Addition of hydrogen. അപ്പം ethene എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് എങ്ങനെ എഴുതാം? ethene CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് എഴുതത്തില്ലേ? ഇതിനെ ഹൈഡ്രജനേഷൻ ചെയ്യാന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഹൈഡ്രജനെ ആഡ് ചെയ്യാം. ഇതിനകത്ത് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു കാറ്റലിസ്റ്റിന്റെ എന്തെങ്കിലും പ്രസക്തിയിലായിരിക്കും ആഡ് ചെയ്യുന്നത്. എഴുതിയാലും കുഴപ്പമില്ല, എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു ഹൈഡ്രജൻ എന്ത് ചെയ്യും? രണ്ട് ഇവിടെ ആഡ് ചെയ്യും. ഒരു ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഇവിടെ ആഡ് ചെയ്യും. ഇപ്പൊ ഓൾറെഡി ഈ കാർബണും ചുറ്റിനും 1, 2, 3, 4 ബോണ്ട് ഉണ്ട്. അപ്പം ഈ ഹൈഡ്രജൻ വരുമ്പോൾ 5 ബോണ്ടാവും. അപ്പൊ പറ്റുമോ? 5 ബോണ്ട് പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ ഡബിൾ ബോണ്ടിനെ പൊട്ടിക്കണം, ബ്രേക്ക് ചെയ്യണം. അപ്പൊ അത് ഇവിടെ ഇപ്പൊ CH3 സിംഗിൾ ബോണ്ട് CH3 C2H4 C2H6 ആവും. H plus എന്ന് പറയുമ്പോൾ ആസിഡ്. ഈ H2SO4നകത്ത് എന്തുണ്ട്? അതിനെ ഡിസോസിയേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇച്ചിരി വെള്ളം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് H plus അയോൺസും SO4 2 മൈനസും കാണും. അപ്പം H plus എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ആസിഡ് ഒഴിക്കുന്നു എന്നുള്ളതാണ്. ആസിഡ് H2SO4 ഒഴിക്കുന്നു എന്ന് പറഞ്ഞതിന് പകരം H plus ആഡ് ചെയ്യുന്നു എന്നുള്ളതെന്ന് പറഞ്ഞാൽ 2 ആസിഡ് ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അർത്ഥം. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ, why it is dangerous to burn methane in an insufficient supply of air. എന്താ കാരണം? സാധാരണ ഏതൊരു ആൽക്കൈനെയും കമ്പഷൻ ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറും ഹീറ്റും ലൈറ്റും ആണ് ഉണ്ടാകുന്നത്. പക്ഷെ ഇൻകംപ്ലീറ്റ് ഓക്സിജനാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് ഓൾറെഡി ഫോം ചെയ്യുകയാണ്. കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്യും, വിച്ച് ഈസ് എ പോയിസണസ് ഗ്യാസ് അല്ലേ? അപ്പൊ അതാണ് അതിന്റെ കാരണം. അത് എഴുതിക്കോ. അല്ല, ഇങ്ങനെ എഴുതേണ്ടത് ഇൻകംപ്ലീറ്റ് combustion of methane leads
to the formation of carbon monoxide, which is highly toxic. Yes, that can be deadly if inhaled. If inhaled in higher concentration. ശരിക്കും ഇത് എന്താ ഈ കാർബൺ മോണോക്സൈഡ് ബ്ലഡിൽ കലർന്ന എന്താ സംഭവിക്കുന്നത് അറിയോ? ബ്ലഡിലെ ഹീമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്യും. ബ്ലഡിലെ capacity of hemoglobin to absorb oxygen. ഇത് Destroys the ability of hemoglobin to absorb oxygen from ആ the lungs. അതെ അതെ, അതായത് ഹീമോഗ്ലോബിന് സാധാരണ ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്താലാണ് നമുക്ക് ഓക്സിജൻ എല്ലാ സെല്ലുകളിലും കിട്ടിയിട്ട് എനർജി റെസ്പിറേഷൻ നടക്കുന്നത് കൃത്യമായിട്ട്. പക്ഷെ ഇത് കലർന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, ഹീമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത്. ഇതായിരിക്കും പെട്ടെന്ന് സെല്ലിൽ എത്തുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, തട്ടിപ്പോകും. മനസ്സിലായോ? അതാണ് അതിന്റെ കാരണം. അപ്പൊ അത് അതായത് ഇറ്റ് ക്യാൻ ബൈൻഡ് ടു ദ ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ് സ്ട്രീം റെഡ്യൂസിംഗ് ദ ബ്ലഡ്സ് അവൈലബിലിറ്റി ടു ട്രാൻസ്പോർട്ട് ഓക്സിജൻ. അതും കൂടെ വേണം എഴുതിക്കും. It can bind to hemoglobin in the bloodstream, reducing the blood's availability. The blood's ability to transport oxygen. അങ്ങനെ തലകറക്കം, തലചുറ്റൽ, പിന്നെ എന്താണ് തലവേദന, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇനി സിവിയർ കേസസിൽ തട്ടിപ്പോവുകയും ചെയ്യും. ഓക്കെ ആണല്ലോ. അടുത്തത് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. Methane does not undergo
addition reaction. But ethane does. But ethane does. Ethane does. Why? മീഥൈന് അഡീഷൻ റിയാക്ഷൻ നടത്താൻ പറ്റത്തില്ല, ഈഥൈന് പറ്റും. എന്തുകൊണ്ടാ? ഈഥൈനല്ല, ഈഥീനാണ്. ഈഥീനാണ്. ഈഥീൻ ഡസ്. അഡീഷൻ എപ്പോഴും നടക്കുന്നത് ഡബിൾ ബോണ്ടിനകത്തും ട്രിപ്പിൾ ബോണ്ടും ഉള്ള ഹൈഡ്രോ കാർബണിനകത്താണ്. അതിന്റെ കാരണം എന്നറിയോ? മീഥൈന്റെ ബോണ്ടിങ് നോക്കി, മീഥൈന് സിംഗിൾ സി എച്ച് ബോണ്ട് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈഥീൻ നോക്കി, ഈഥീന് കാർബണിന്റെയും കാർബണിന്റെ ഇടയ്ക്ക് എന്തുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട്. ആ ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? രണ്ടാൾക്കാരെ കൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിനകത്തോ അതിനകത്ത് സ്ഥലമില്ല. ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ വേണേ ചെയ്യാം, പക്ഷെ അഡീഷൻ ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? പക്ഷെ ഇതിനകത്ത് ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇത് രണ്ടാൾക്കാരെ കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, രണ്ടിതാണ്. അതാണ് അതിന്റെ റീസൺ. ഓക്കെ ആണോ? ഇങ്ങനെ എഴുതാം, മീഥൈൻ CH4 എന്നാണ് എഴുതുകയാണ്. CH4 is unreactive because it consists solely of single carbon hydrogen bond and lacks any double bonds. While ethene is more reactive due to presence of carbon-carbon double bond. Due to presence of carbon-carbon double bond. And undergoes addition reaction. Ready? Third. Question 67.2 liters of hydrogen combines with 44.8 liters of nitrogen to form ammonia under specified condition. As N2 plus 3H2 ഇതും gas gives 2NH3 ഇതും gas. Calculate the volume of ammonia produced. What is the other substance if any
that remains in the resultant mixture, that remains in the resulting mixture. അതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ the mass of 5.6 decimeter cube of a certain gas at STP is 12 gram. Calculate the relative molecular mass of gas. അതിന്റെ മൂന്നാമത്തേത് find the total percentage of magnesium in magnesium nitrate crystals. Magnesium nitrate crystals-ന്റെ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ആലോചിച്ചോണം മറ്റേ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഉള്ളത് ഡോട്ട് H2O വരുന്ന മോളിക്യൂൾസിനെയാണ് ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ സാധാരണ മാഗ്നീഷ്യം നൈട്രേറ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതിയായിരുന്നു MgNO3 ട്വൈസ് എന്ന് എഴുതിയാൽ മതി. ക്രിസ്റ്റൽ എന്ന് വന്നപ്പം അത് വാട്ടർ ഹൈഡ്രേറ്റഡ് ഫോമിലാണ് ഉള്ളത്, അതായത് 6H2 ഫോമിൽ. ഇതിന്റെ അറ്റോമിക് മാസ് ഒക്കെ തന്നിട്ടുണ്ട്. Mgയുടേത് 24 ഗ്രാം, നൈട്രജന്റേത് 14 ഗ്രാം, ഓക്സിജന്റേത് 16 ഗ്രാം, ഹൈഡ്രജന്റേത് 1 ഗ്രാം. അപ്പൊ മൂന്നും ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആണ്. അല്ല, മൂന്നാമത്തേത് മാത്രം ഡിഫറെന്റ്, ആദ്യത്തെ രണ്ടെണ്ണം കണക്റ്റഡ് ആണ്. അപ്പൊ നോക്കിയോ, കാൽക്കുലേറ്റ് ദ അമോണിയ പ്രൊഡ്യൂസ്, അതായത് ആദ്യത്തെ 67 ലിറ്റർ ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് 44.8 ലിറ്റർ ഓഫ് നൈട്രജൻ ടു ഫോം അമോണിയ അണ്ടർ സ്പെസിഫൈഡ് കണ്ടീഷൻ. ആ കമ്പൈൻ ചെയ്യുന്ന നൈട്രജന്റെ അളവ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് അമോണിയ produced, what is the other substance if any that remains in the resulting mixture? വേറെ ഏതെങ്കിലും സബ്സ്റ്റൻസ് വല്ലതും അറിയാമെങ്കിൽ റിസൾട്ടന്റ് മിക്സ്ചറിൽ ഉണ്ടോ എന്നുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് ഇങ്ങനെ വരുന്ന ക്വസ്റ്റിനകത്ത് ആദ്യം അതിന്റെ റിയാക്ഷൻ അങ്ങോട്ട് എഴുതുക. ഒന്നാമത്തെ എഴുതുക N2 plus 3H2 gives 2NH3. വോളിയം ആണ് എല്ലാം തന്നിരിക്കുന്നത്, അല്ലയോ? വോളിയത്തിൽ തന്നെ പറയാം, 1 വോളിയം നൈട്രജൻ 3 വോളിയം ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്താലേ 2 വോളിയം NH3 ഉണ്ടാകത്തുള്ളൂ എന്നുള്ളതാണ് ആദ്യത്തെ മീനിങ്. ആദ്യം മനസ്സിലാക്കുന്നത്. ഓക്കെ, മോൾസ് പറയുകയാണെങ്കിൽ 1 മോൾ നൈട്രജൻ 3 മോൾ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 മോൾ NH3 ഉണ്ടാകും. 1 മോളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം എത്ര? 1 മോളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം എന്ന് പറയുമ്പോൾ 22.4 സെന്റിമീറ്റർ ക്യൂബ്, സോറി 22.4 ലിറ്റർ അല്ലേ? അപ്പം 22.4 ലിറ്റർ അമോണിയക്ക് 3 into 22.4 ലിറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ 2 into 22.4 ലിറ്റർ NH3 ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 22.4 ലിറ്റർ നൈട്രജൻ react with 67.2 liter of hydrogen to produce 44.8 liter NH3. തെറ്റാണോ? ക്ലിയർ ആണല്ലോ? ഓക്കെ,
ഓക്കെ, എഴുതിക്കോളൂ. അപ്പൊ നമുക്ക് 3 മോൾ ഹൈഡ്രജൻ എത്ര മോൾസ് NH3 ഉണ്ടാക്കുന്നത്? 2 മോൾ NH3 ഉണ്ടാക്കുന്നത്. ആണോ? അതായത് 3 മോൾ ഹൈഡ്രജൻ 2 മോൾ NH3 ഉണ്ടാക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 67.2 ലിറ്റർ ഹൈഡ്രജൻ എത്ര ലിറ്റർ NH3 ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിയാമോ? അറിയത്തില്ല, അതാ കണ്ടുപിടിക്കുന്നത്. എക്സ് ലിറ്റർ NH3 ഉണ്ടാക്കുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഇനി എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? 3/67.2 ഈക്വൽ ടു 2/x ചെയ്താൽ മതി. അവിടുന്ന് എക്സ് കണ്ടുപിടിക്കാൻ എക്സ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 67.2 ഡിവൈഡ് ബൈ 3. അവിടുന്ന് എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് 67 ഇൻറ്റു 2 അല്ലേ, 44.8 ലിറ്റർ എന്ത് കിട്ടി? NH3 കിട്ടി. അതായത് നമുക്ക് ഓൾറെഡി ഇപ്പം ഇത് മാനുവലി കാൽക്കുലേറ്റ് ചെയ്തതിന്റെ ഇത് വെച്ചിട്ടാണ് പറയുന്നത്. അതായത് ഇത് നമ്മൾ ഇക്വേഷൻ വഴി കാൽക്കുലേറ്റ് ചെയ്ത സംഭവം. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതിയ സംഭവം. അതായത് 22 ലിറ്റർ, ഒരു മോളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിറ്റർ എന്ന് പറയുമ്പോൾ 22.4 ലിറ്റർ, 3 മോൾ എന്ന് പറയുമ്പോൾ 67 ലിറ്റർ, 2 മോൾ എന്ന് പറയുമ്പോൾ 44.8 ലിറ്റർ. ഇത് നമ്മൾ ആ രീതിയിൽ കണ്ടുപിടിച്ചത്. ഇത് നമ്മുടെ ന്യൂമറിക്കൽ വെച്ച് കണ്ടുപിടിച്ചത്. രണ്ടും ഒന്ന് തന്നെ. മനസ്സിലായോ? അതായത് നമുക്കിത് ലോജിക്കൽ കാൽക്കുലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. അത് ചെയ്ത് കാണിച്ചു, എങ്ങനെയാണ് അത് അങ്ങനെ വരുന്നത് എന്നുള്ളത് ചെയ്ത് കാണിച്ചു. അപ്പൊ അവരോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് അമോണിയ പ്രൊഡ്യൂസ്ഡ്. എത്ര വോളിയം അമോണിയ പ്രൊഡ്യൂസ് ചെയ്തു? 44.8. ഇത് ഈ രീതിയിൽ വേണേലും കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോജിക്കൽ വെച്ച് തന്നെ ഇത് വേണേലും കണ്ടുപിടിക്കാം. ലോജിക്കൽ അല്ലേടാ പറയുന്നത്. ഒരു മോളിന് കറസ്പോണ്ടിങ്, ഒരു മോൾ N2 ഉള്ളൂ. ഒരു മോളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം എത്ര? 22.4 ലിറ്റർ. ഇവിടെ 3 ഡയറക്റ്റ് 44.8 liters ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, അതായത് 22.4 ലിറ്റർ നൈട്രജൻ റിയാക്ട് വിത്ത് 67.2 ലിറ്റർ ഓഫ് ഹൈഡ്രജൻ ടു പ്രൊഡ്യൂസ്. നോക്കി, ഇവിടെ 2 മോൾ NH3 ഉണ്ടാകുന്നത്. ഒരു മോളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം എന്ന് പറയുമ്പോൾ 22.4 ലിറ്റർ. രണ്ടാകുമ്പോൾ എത്ര? 22.4 ഇൻറ്റു 2. അപ്പോൾ എത്ര? 44.8. ഇത് ലോജിക്ക് ചെയ്താൽ മതി. എല്ലാ ക്വസ്റ്റിനും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഇത് വോളിയത്തിൽ തന്നെ ചെയ്തത് കൊണ്ട്, ഇത് വോളിയത്തിൽ തന്നെ തന്നിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റിയത്. മാസിൽ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, ഈ രീതിയിൽ തന്നെ ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ഇങ്ങനെ ചെയ്ത് പഠിച്ചു, ഇങ്ങനെ ചെയ്ത് പഠിക്കുന്നത്. അതാകുമ്പോൾ എല്ലാ ക്വസ്റ്റിനും ചെയ്ത് പഠിക്കും. ഓക്കെ, ഓക്കെ. ഈ രണ്ടാമത്തേത് ചോദിച്ചിരിക്കുന്നത്, അല്ല അതിനകത്ത് തന്നെ വേറെ ഒരു ഇത് ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് ഈസ് അതർ സബ്സ്റ്റൻസ് ഇഫ് എനി ദാറ്റ് റിമെയിൻസ് ഇൻ ദ റിസൾട്ടിംഗ് മിക്സ്ചർ. ആ റിസൾട്ടിംഗ് മിക്സ്ചറിനകത്ത്, അതായത് ഈ NH3 ഉണ്ടായി കിടക്കുന്ന മിക്സ്ചറിനകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവും. കാരണം എന്താ പറയുക, ഇവിടെ ഈ N2 എല്ലാം റിയാക്ട് ചെയ്തില്ലേ? N2 ഇവിടെ ലിങ്കിങ് റിയാക്ട് ചെയ്യില്ല. അല്ല, എന്താണ്, N2 കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്തില്ല. H2 കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ആവും. N2 കംപ്ലീറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യാത്തതുകൊണ്ട് കുറച്ച് N2 മാത്രമേ റിയാക്ട് ചെയ്യത്തുള്ളൂ. ബാക്കി N2 ആ റിയാക്ഷൻ മിക്സ്ചറിനകത്ത് തന്നെ കിടക്കും. അത് തെളിയിക്കാൻ നമുക്കിത് ചെയ്യേണ്ടി വരും. ഇവിടെ നോക്കിയോ. നമുക്കറിയാം 3 വോളിയം ഓഫ് H2 റിയാക്ട് വിത്ത്, അല്ലെങ്കിൽ will give 2 വോളിയം ഓഫ് NH2. ആണോ? ഓക്കെ ആണോ? അതേപോലെ തന്നെ 3 വോളിയം ഓഫ് ഹൈഡ്രജൻ റിക്വയർ 1 വോളിയം ഓഫ് നൈട്രജൻ. ആണോ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 67.2 ലിറ്റർ ഓഫ് ഹൈഡ്രജൻ അല്ലേ? അത് 3 മോൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഇതല്ലേ? അപ്പം 67.2 ലിറ്റേഴ്സ് ഓഫ് ഹൈഡ്രജൻ റിക്വയർ എത്ര നൈട്രജൻ ആയിരിക്കും വോളിയത്തിൽ പറയാനാണെങ്കിൽ? അതായത് നമുക്ക് 22.4 ലിറ്റർ ഓഫ് നൈട്രജൻ മതി. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ ഇവിടെ എത്ര ലിറ്റർ നൈട്രജൻ ഉണ്ട്? 1 ലിറ്റർ.
ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ വാട്ട് ഈസ് ദ അതർ സബ്സ്റ്റൻസ് ദാറ്റ് റിമെയിൻസ് ഇൻ ദ റിസൾട്ടിംഗ് മിക്സ്ചറിന്റെ രണ്ട് ക്വസ്റ്റ്യൻ രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ട് കാൽക്കുലേറ്റ് വോളിയം ഓഫ് അമോണിയ ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടാമത്തെ അങ്ങനെ ചോദിക്കാം ഇപ്പൊ അവരോട് ചോദിക്കണം എന്താണെന്ന് ചോദിക്കാൻ അത് രണ്ട് ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാൽ കുഴപ്പം അതെന്ത് ഒരു ക്വസ്റ്റ്യൻ തോന്നുന്നത് അവർ ചോദിച്ചിരിക്കുന്നത് ഫുള്ളി റിയാക്ട് ചെയ്തില്ല ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ N2 ഉം H2 ഉം ഫുള്ളി റിയാക്ട് ചെയ്തില്ല N2 കുറച്ച് കൂടുതൽ അളവായിരിക്കും എടുത്തിരിക്കുന്നത് അല്ല H2 കുറച്ച് കൂടുതലായിരിക്കും N2 റിയാക്ട് ചെയ്യാതെ അതിനകത്ത് കുറച്ച് കിടക്കും അമോണിയ ഇപ്പൊ ഫോം ചെയ്തില്ലേ അമോണിയ ഫോം ചെയ്തതിന്റെ കൂടെ അൺറിയാക്റ്റഡ് ആയിട്ട് കുറച്ച് നൈട്രജൻ അതിനകത്ത് കിടക്കും അപ്പം ഇവർ ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കും വാട്ട് ഈസ് ദ അതർ സബ്സ്റ്റൻസ് ഇഫ് എനി ദാറ്റ് റിമെയിൻസ് ഇൻ ദ റിസൾട്ടന്റ് മിക്സ്ചർ ആ ഉണ്ടായ മിക്സ്ചറിനകത്ത് അതായത് N2 ഉം H2 ഉം റിയാക്ട് ചെയ്ത മിക്സ്ചറിനകത്ത് NH3 മാത്രമേ ഉള്ളൂ അത് വേറെ ആരെങ്കിലും ഉണ്ടോ നൈട്രജൻ ഉണ്ട് അത് കണ്ടുപിടിക്കണം നൈട്രജൻ എത്ര ഉണ്ട് നൈട്രജൻ വേണ്ടത് എത്രയാണ് റിയാക്ട് ചെയ്തത് എത്രയാണ് പെൻഡിങ് എത്ര ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം പെൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ആ നൈട്രജൻ എന്ത് ചെയ്യത്തുള്ളൂ ആ റിസൾട്ടന്റ് മിക്സ്ചറിനകത്ത് നിലനിൽക്കത്തുള്ളൂ അതാണ് ഉദ്ദേശിക്കുന്നത് പറയാം ഓക്കെ നോക്കിക്കോളൂ ഇവിടെ നോക്കിയോ അപ്പം ഇവര് തന്നിരിക്കുന്നത് ഇപ്പൊ നമുക്ക് എത്ര നൈട്രജൻ മതി 67.2 liter of H2 require 22.4 liter നൈട്രജൻ മതി എത്ര നൈട്രജൻ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനകത്ത് എത്ര ക്വസ്റ്റ്യനകത്ത് എത്ര തന്നിട്ടുണ്ടെന്ന് 67.2 liter hydrogen combines with എത്രയാണെന്ന് തന്നിരിക്കുന്നത് എടാ ക്വസ്റ്റ്യൻ നോക്കടാ 67.2 നൈട്രജൻ നമുക്ക് എത്ര മതി അപ്പൊ എത്ര കൂടുതലുണ്ട് അപ്പൊ അത് എവിടാ കിടക്കുന്നത് ആ സൊല്യൂഷനകത്ത് കിടക്കുന്നത് അപ്പൊ ഇതിങ്ങനെ എഴുതുന്നത് അതായത് 67.2 ലിറ്റർ ഹൈഡ്രജൻ റിക്വയർ ഒള്ളി എത്രയാ 22.4 ലിറ്റർ നൈട്രജൻ മതി but N2 given is എത്രയാ 44.8 liter so 44.8 liter minus 22.4 liter is equal to 22.4 liter remains in the resulting mixture along with NH3 ഇതാണ് അതിന്റെ ആൻസർ ഇത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ നല്ലതായിരുന്നു ഇത് മനസ്സിലാകാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു തരാം നല്ലതായിരുന്നു മിഷേൽ ഓക്കെ ആണോ ദിവ്യ സന ഒക്കെ ആണോ അങ്ങനെയാണ് അതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം the mass of 5.6 decimeter cube of certain gas at STP is 12 gram അത് വേറൊരു ഇതായിട്ടാണ് തന്നിരിക്കുന്നത് calculate the relative molecular mass of the gas എന്നാണ് തന്നിരിക്കുന്നത് ഓക്കെ നോക്കിക്കോളൂ ആ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ ശ്രദ്ധിക്കണേ എല്ലാം ഈ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ ഇച്ചിരി പാടാണ് ഇവിടെ ശ്രദ്ധിക്കുക അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് the mass of 56 അല്ല 5.6
decimeter cube of certain gas at STP is എത്രയാണെന്ന് അറിയാമോ? 12 gram എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അതിന്റെ കാൽക്കുലേറ്റ് ദ റിലേറ്റീവ് മോളിക്കുലാർ മാസ് ഓഫ് ദ ഗ്യാസ്. കാൽക്കുലേറ്റ് ദ റിലേറ്റീവ് മോളിക്കുലാർ മാസ് എന്നാണ് തന്നിരിക്കുന്നത്. റിലേറ്റീവ് മോളിക്കുലാർ മാസ് എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് അറിയാവുന്ന എന്താണെന്ന് അറിയാം? ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മോൾ ഏത് സബ്സ്റ്റൻസ് ആണെങ്കിലും അതിനകത്ത് 22.4 ലിറ്റർ കാണും. ഒരു മോൾ സബ്സ്റ്റൻസിന്റെ മാസ് എന്ന് പറയുമ്പോൾ അതിന്റെ മോളിക്കുലാർ മാസിന് ഈക്വൽ ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് 5.6 ഡെസിമീറ്റർ ക്യൂബ് മാസിനകത്ത് 12 ഉണ്ടെങ്കിൽ, നോക്കിയോ, ഇവിടെ ശ്രദ്ധിച്ചു. അതായത് 1 മോൾ ഓഫ് എനി ഗ്യാസോ അല്ലെങ്കിൽ എനി സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? അല്ലെങ്കിൽ 1 മോൾ ഓഫ് എനി ഗ്യാസ് occupy 22.4 ലിറ്റർ വോളിയം and its mass is equal to its molar mass. ഓക്കെ, അപ്പോ ഇവിടെ 5.6 ഡെസിമീറ്റർ ക്യൂബ്. അപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഒരു ഡെസിമീറ്റർ ക്യൂബ് അതും കൂടെ വേണമെന്ന് എഴുതി വെച്ചോ. ഡെസിമീറ്റർ ക്യൂബ് ഒരു ഡെസിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെസിമീറ്റർ ക്യൂബ് ആണ്. ഒരു ഡെസിമീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ 1 ലിറ്റർ. അതൊന്ന് ഓർത്ത് വെച്ചോ. അപ്പൊ 5 ഡെസിമീറ്റർ ക്യൂബിനകത്ത് എത്ര ഗ്രാം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 12 ഗ്രാം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 5.6 ലിറ്ററിനകത്ത് എത്ര ഗ്രാം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 12 ഗ്രാം. ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് റിലേറ്റീവ് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്നത്. മോളിക്കുലാർ മാസിനകത്ത് എത്ര വോളിയം കാണും? 22.4 ലിറ്റർ. അതിനകത്ത് നമുക്ക് എത്ര ഉണ്ടെന്ന് അറിയത്തില്ല. അതിനകത്ത് x ഗ്രാം എന്നാണ് കൊടുക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 5.6 divided by 22.4 is equal to 12 divided by x. അവിടുന്ന് x കണ്ടുപിടിക്കാൻ x is equal to 12 into 22.4 divided by 5.6 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12, 48 ആണ് കിട്ടുന്നത്. ഇത് ഓർത്തോണം. അതായത് ഒരു മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റിലേറ്റീവ് മോളിക്കുലാർ അല്ലെ മോളാർ മാസിന് തുല്യമാണ്. ഒരു മോളിന്റെ മാസ് എന്ന് പറയുമ്പോൾ റിലേറ്റീവ് മോളാർ മാസിന് തുല്യമാണ്. ഈക്വൽ ടു അത് എത്രയാണ്? 22.4 ലിറ്റർ വോളിയം. 22.4 ലിറ്റർ വോളിയം ഓക്കുപ്പൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കിപ്പോ തന്നിരിക്കുന്നത് 5.6 ലിറ്ററിന്റെ മാസ് എത്രയാ? 12 ഗ്രാം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു റിലേറ്റീവ് മോളാർ മാസ് ഓക്കുപ്പൈ ചെയ്യുന്ന 22 ലിറ്റർ. അപ്പൊ 22 ലിറ്ററിനകത്ത് എത്ര മാസം ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പം ഇത് കണക്ട് ചെയ്ത് അതിനെ എക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് ആൻസർ കിട്ടും. അതാണ് എഴുതി. അത് വേണമെങ്കിൽ വേർഡിങ്ങിൽ എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതണം: 5.6 ലിറ്റർ contain 12 gram. So 22.4 ലിറ്റർ contain x gram. അങ്ങനെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലെങ്കിൽ പറയണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. അതേപോലെ തന്നെ എന്താണ് മഗ്നീഷ്യം നൈട്രേറ്റ് ക്രിസ്റ്റലിനകത്ത് മഗ്നീഷ്യത്തിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കണം. അപ്പൊ മഗ്നീഷ്യം നൈട്രേറ്റ് ക്രിസ്റ്റൽ MgNO3 twice dot 6H2O.
ആദ്യം ഇതിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണം. ടോട്ടൽ മഗ്നീഷ്യത്തിന്റെ 12 പ്ലസ് നൈട്രജന്റെ 14 2 നൈട്രജൻ ഉണ്ട്, അപ്പൊ 2 × 14 പ്ലസ് മൊത്തം ഇവിടെ 3 × 2 6 ഓക്സിജൻ ഉണ്ട്, അപ്പം 6 × ഒരു ഓക്സിജന്റെ 16 ആണ്. പ്ലസ് ഇവിടെ 12 ഹൈഡ്രജൻ ഉണ്ട്, 12 × 1 പ്ലസ് ഓക്സിജൻ ഇവിടെ 6 എണ്ണം ഉണ്ട്, വീണ്ടും 6 × 16 12 പ്ലസ് 14 × 2 28 പ്ലസ് 16 × 6 16 × 2 32 32 ഇത് 96 വരും. 96 പ്ലസ് 12 പ്ലസ് വീണ്ടും 96. അപ്പം 9 9 18 18 2 20 20 9 18 180 200 210 220 226 232 234 234 8 242 244. അപ്പൊ നമുക്ക് 2 അല്ല 244 ആണോ 244 ആണോ? ഓ മഗ്നീഷ്യം 12 അല്ലല്ലോ, മഗ്നീഷ്യം 24 അല്ലേ? കാരണം അറ്റോമിക് നമ്പർ ആ 12, മാസ് നമ്പർ 24. അപ്പം ഇത് ചെയ്യുമ്പോഴത്തേക്കും മോളിക്കുലാർ മാസ് എത്ര കിട്ടി? മോളിക്കുലാർ അല്ലെങ്കിൽ മോളാർ മാസ് എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 256 കിട്ടി. ഇനി മഗ്നീഷ്യത്തിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പെർസെന്റേജ് ഓഫ് മഗ്നീഷ്യം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മഗ്നീഷ്യത്തിന്റെ മാസ് 24 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 100. ഇത് ചെയ്താൽ ആൻസർ 9.37%.
എന്നാ പിന്നെ ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ അങ്ങ് നിൽക്കട്ടെ.